ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ ഊട്ടി ട്രിപ്പിലെ ആദ്യത്തെ ഡെസ്റ്റിനേഷനിലൊക്കെ കണ്ട് പാട്ടും ഡാൻസും ഒക്കെ ആയിട്ട് നമ്മളങ്ങനെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. ഇതൊരു ഗാർഡൻ ആണ്. ഇതിൻ്റെ പേരെന്താണെന്ന് വെച്ചാൽ കർണാടക സിറി ഹോർട്ടിക്കൾച്ചർ ഗാർഡൻ എന്നാണ്. എൻ്റെ പേര് ഞാൻ ബോർഡ് നോക്കിയിട്ട് വായിച്ചത് കേട്ടോ. ഞാൻ ആദ്യമായിട്ടല്ലേ വരുന്നത്, അതുകൊണ്ട് പേരൊന്നും അറിയില്ല. ഇവിടെ എൻട്രൻസ് ഫീസ് കൊടുക്കണം കേട്ടോ. നമ്മൾ മുതിർന്നവർക്ക് 100 രൂപയും പിള്ളേർക്കൊക്കെ 50, അങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ക്യാമറയൊക്കെ അലോഡ് ചെയ്യണമെങ്കിൽ അതിന് സെപ്പറേറ്റ് കൊടുക്കണേ. ഉള്ളിൽ കയറിയപ്പോൾ നല്ല നല്ല കാഴ്ചകളായിരുന്നു കേട്ടോ. കുറച്ച് അത്യാവശ്യം നടക്കാനൊക്കെ ഉണ്ടായിരുന്നേ. കയറിയപ്പോൾ തന്നെ ഫ്ലവർ കൊണ്ട് കുറേ ഡിവൈഡ് ചെയ്ത് ഓരോന്ന് സെറ്റ് ചെയ്തൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ ഒരു കല്ലിൽ ആനേനെയൊക്കെ കൊത്തി വെച്ചിട്ടുണ്ട് കേട്ടോ. കല്ല് ഒട്ടിച്ചൊട്ടിച്ച് വെച്ചിട്ട് അങ്ങനെ അത്യാവശ്യം കുറച്ച് പേരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഈ നമ്മളെ മൈസൂർ ചെടിയൊക്കെ വെച്ചിട്ട് പിന്നെ മയിലിനെയും കിളികളും ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫുൾ നിലയൊക്കെ ഫുൾ പുല്ലുകൊണ്ട് സെറ്റ് ചെയ്ത് വെച്ചുകൊണ്ട് ഇരിക്കാനൊക്കെ സുഖമാണ് കേട്ടോ. ഇവിടെ അത്യാവശ്യം നല്ല തണുപ്പുണ്ട് കേട്ടോ. നമുക്ക് AC എന്നൊക്കെ വരുന്ന ആ ഒരു ഫീലൊക്കെ വരുന്നുണ്ട്. അപ്പം ഞങ്ങളൊക്കെ സ്വെറ്ററൊക്കെ ജാക്കറ്റൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ ഇറങ്ങിയത്. അതുകൊണ്ടാണെങ്കിൽ അമ്മൂനോട് അമ്മു എന്തോ പറഞ്ഞപ്പോൾ അവന് ദേഷ്യം പിടിച്ചു. എന്നിട്ട് അവളുമായിട്ട് അടി കൂടിക്കൊണ്ടിരിക്കുകയാണ്. ലാസ്റ്റ് അമ്മു തോറ്റു കേട്ടോ. ആ മുടിയൊക്കെ അഴിച്ച് വലിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ഒരു കമ്പനിയായി കേട്ടോ. പിന്നെ കളിയൊക്കെ ആയിരുന്നു. ഇവിടെ ഒരു ഫാമിലി വന്നിട്ട് നമ്മളെ ബോൾ പാസിങ് കളിയൊക്കെ കളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. നല്ല രസമാണ്. ഈവനിങ് ടൈമിലൊക്കെ വന്നിരിക്കാനൊക്കെ ഭയങ്കര രസമുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൊണ്ട് ഒരു ഫോട്ടോയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നേ. അങ്ങനെ നമ്മൾ വണ്ടി പാർക്കിങ്ങിലെത്തി. വേറൊരു മാർക്കറ്റിലോട്ട് നമ്മൾ പോയിട്ടുണ്ടായിരുന്നു. അവിടെ ഞാനൊരു പൂവൊക്കെ അവരോട് വില പേശി മേടിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഒരു 7 മണി 8 മണിയൊക്കെ ആയപ്പം ഊട്ടീനോട് ടാറ്റ പറഞ്ഞ് ബൈ ബൈ പറഞ്ഞ് തിരിച്ച് വരാൻ നോക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. നൈറ്റ് വ്യൂ കാണാൻ ഫുൾ ലൈറ്റ് വർക്ക്. ഈ ഒന്നാമത് വീടുകളൊക്കെ അടുത്തടുത്തായതുകൊണ്ട് പിന്നെ ഫുൾ വെളിച്ചങ്ങളൊക്കെ നമ്മൾക്ക് അടുത്തടുത്ത് കാണാൻ പറ്റുമല്ലോ. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടും പിന്നെ വണ്ടി കയറി കഴിഞ്ഞപ്പോഴേന് പിന്നെ പാട്ടൊക്കെ വെച്ചപ്പോഴേന് ഡാൻസും കൂകലൊക്കെ തുടങ്ങി കേട്ടോ. പിന്നെ പാട്ടൊക്കെ വെച്ചാൽ പിന്നെ നമ്മളെ കശീനെ പിടിച്ചാൽ കിട്ടില്ല കേട്ടോ. ഒരേ കളിയാണ്. കുറച്ച് കിച്ചുമോനൊക്കെ കുറച്ച് ടോയ്സൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ പഴമൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവന് വണ്ടിയിൽ നിന്ന് തന്നെ കൊടുത്തു കേട്ടോ. കക്ഷി കുറച്ച് വിശക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നേ. അങ്ങനെ അതൊക്കെ കൊടുത്ത് കുറച്ച് നേരമൊക്കെ കഴിഞ്ഞപ്പോൾ ആദ്യമോൻ ഉറങ്ങിപ്പോയേ. രാത്രി ആയതുകൊണ്ട് കുറച്ച് നേരം ഞാൻ ക്ഷീണം പിടിച്ചിട്ട് ഞാൻ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഏകദേശം ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഭയങ്കര ഡാൻസും പാട്ടൊക്കെ ആയിരുന്നു കേട്ടോ. പിന്നെ വണ്ടി കയറിയപ്പോൾ ഏകദേശം ഭയങ്കര ചൂടൊക്കെ ആയപ്പോൾ എല്ലാവരും ജാക്കറ്റൊക്കെ ഊരി തുടങ്ങിയേ. ടൂറൊക്കെ പോയി വണ്ടിയിലൊക്കെ ഇങ്ങനെ ഡാൻസും പാട്ടൊക്കെ നമുക്ക് പ്രായം ഒരു പ്രശ്നമേ അല്ലല്ലോ. ഡാൻസൊക്കെ എല്ലാവരും ഡാൻസിനൊക്കെ ഇറങ്ങുമല്ലോ. അങ്ങനെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തു കേട്ടോ. ലൈറ്റ് വർക്കൊക്കെ ആയപ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ കാണാൻ. ആദ്യമൊന്നും ഞാൻ ഇറങ്ങിയില്ല കേട്ടോ. പിന്നെ ആദ്യോട്ടിന് ഉറക്കത്തിൻ്റെ ചാടിയും പിടിച്ചിട്ട് കുറച്ച് കരച്ചിലും പിടിച്ചിലൊക്കെ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ലേ. പിന്നെ ആദ്യോട്ടിനൊക്കെ ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ മെല്ലെ ശൈൽ ചേച്ചീൻ്റെ ഒക്കെ കൊടുത്ത് പിന്നെ ഞാനും ഡാൻസിനൊക്കെ ഇറങ്ങി കേട്ടോ. പിന്നെ ലാസ്റ്റ് ആയപ്പോഴേനും ഒപ്പനയൊക്കെ ആയിട്ടോ. നാടൻ പാട്ടായിരുന്നിട്ടുണ്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞങ്ങൾ ഒപ്പന വരെ കളിച്ചു തുടങ്ങി കേട്ടോ നാടൻ പാട്ടിന്. പിന്നെ എന്തായാലും പോകാനായില്ലേ, വീടെത്താനായല്ലോ, മാക്സിമം എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ച് അങ്ങനെ ഞങ്ങൾ മാക്സിമം എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഊട്ടി ട്രിപ്പിൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, ടേക്ക് കെയർ.